മഴതോരും മുൻപേ സീരിയലിന്റെ ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വൈജയന്തിക്ക് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. വിവരമറിഞ്ഞ് ശിവരാമനും രാജീവനും പാഞ്ഞെത്തി. ഡോക്ടറെ, ഞങ്ങൾ വൈജയന്തിന്റെ സഹോദരന്മാരാണ്. ഇപ്പോൾ വൈജയന്തിക്ക് എങ്ങനെയുണ്ട് എന്ന് ശിവശങ്കരൻ വേവലാതിയോട് ചോദിക്കുമ്പോൾ ഒന്നും പറയാനായിട്ടില്ല. തലക്കാണ് സാരമായിട്ടുള്ള പരിക്കെന്നും ഉടനെ തന്നെ ഒരു സർജറി വേണമെന്നും ഡോക്ടർ അറിയിച്ചു. ഇത് കേട്ടതോടുകൂടി തന്നെ അവർ ആകെ തകർന്നു പോയിരുന്നു. അപ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കണ്ടതും രാജീവൻ ആകെ ചൂടാവാണ്. എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? എൻ്റെ പെങ്ങൾ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ ആക്രോശിക്കുമ്പോൾ ബാലചന്ദ്രൻ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വൈജയന്തിക്ക് എങ്ങനെയുണ്ട് എന്നവൻ തിരക്കുമ്പോൾ ചത്ത ഞങ്ങൾ വിവരമങ്ങ് അറിയിച്ചോളാമെന്നായി ശിവശങ്കരന്റെ മറുപടി. ബാലചന്ദ്രൻ ഐസിയുവിന്റെ വാതിലിനരികിലേക്ക് പോവാൻ നോക്കിയപ്പോൾ രാജീവൻ അവനെ പിടിച്ചു തള്ളി. നീയും നിന്റെ ആ പേഴ്ച സന്തതിയും കൂടി അവളെ ഈ പരുവത്തിലാക്കിയിട്ട് ഇനി എന്തിനാണ് അവളെ കാണാൻ വരുന്നത് എന്ന് ചോദിച്ചവൻ കയ്യാങ്കളിക്ക് മുതിർന്നു. അങ്ങോട്ടേക്ക് വന്ന ഡോക്ടർ ഇതൊരു ആശുപത്രിയാണ് എന്നും ഇവിടെ ബഹളം പറ്റില്ല എന്നും പറഞ്ഞ് അവരെ വിലക്കി. ഉടനെ തന്നെ അവർക്ക് എ പോസിറ്റീവ് ബ്ലഡ് വേണം, അത് സംഘടിപ്പിക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നേരെ അകത്തേക്ക് പോയി. ബ്ലഡ് എവിടെ നിന്നും കിട്ടുമെന്നോർത്തുകൊണ്ട് തന്നെ ശിവശങ്കരനും രാജീവനും പരക്കം പായുകയാണ്. അവരുടെ ഓപ്പോസിറ്റീവ് ഗ്രൂപ്പ് ആണെന്നും അതൊന്നും വൈജയന്തിക്ക് ചേരില്ല. ബാലചന്ദ്രൻ ബി പോസിറ്റീവ് ആണെന്ന് കേട്ടപ്പോൾ അവർ എല്ലാവരെയും വിളിച്ചു നോക്കുന്നു. പെട്ടെന്നാണ് കമലയുടെ ബ്ലഡ് എ പോസിറ്റീവ് ആണെന്ന് ശിവശങ്കരൻ ഓർക്കുന്നത്. അവൻ വേഗം തന്നെ കമലയെ വിളിച്ചു. പക്ഷേ കമല അവിടെ ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ബ്ലഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. വൈജയന്തി കാലിയായോ എന്ന് പുച്ഛത്തോട് ചോദിക്കുന്ന അവളോട് ബ്ലഡ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് നല്ല രക്തക്കുറവുണ്ട് എന്നും ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് എന്നും പറഞ്ഞ് അവൾ തടി തപ്പി. ഹരിയെ അയക്കാൻ പറഞ്ഞപ്പോൾ അവൻ ടൂറിലാണെന്നും വേറെ വഴി നോക്കാനും പറഞ്ഞു കൊടുത്തിന് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. കമല പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് ശിവശങ്കരന് മനസ്സിലായിരുന്നു. ഇത് കേട്ട് ബാലചന്ദ്രൻ കമല വരില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് പറയും. രക്ഷയില്ലാതെ ബാലചന്ദ്രൻ അലീനയെ വിളിച്ചു. മോളെ, വൈജയന്തിക്ക് ബ്ലഡ് വേണമെന്നും എവിടെയും കിട്ടാനില്ല. പിന്നെ കമലേട്ടത്തിയുടെ ഗ്രൂപ്പ് സെയിം ആണെങ്കിലും കമലേട്ടത്തി കൊടുക്കാനും തയ്യാറല്ല എന്ന് അവൻ പറയുമ്പോൾ, അച്ഛാ, എൻ്റെ ഗ്രൂപ്പ് എ പോസിറ്റീവാണ്. അമ്മക്ക് ഞാൻ ബ്ലഡ് തരാമെന്ന് അലീന സമ്മതിച്ചു. പക്ഷേ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുമോ എന്ന് അവൾക്ക് പേടിയാവുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും ബാലചന്ദ്രൻ ഉറപ്പ് നൽകി. അങ്ങനെ അലീന ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നേരത്തെ തന്നെ കൃഷ്ണമോളും കൂടെ വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ പഠിക്കാൻ പറഞ്ഞ് വിലക്കിയിട്ട് അലീന ഇറങ്ങുമ്പോഴാണ് രോഹിത്തും ബബിതയും തടസ്സമായി വരുന്നത്. നിന്റെ ബ്ലഡ് ഏതായാലും ഞങ്ങളുടെ അമ്മക്ക് വേണ്ട, നീ കാരണമാണ് ഞങ്ങളുടെ അമ്മക്ക് ഈ അവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ അലീനയുടെ മേലിൽ പഴി ചാരുന്നു. അലീന എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ബാലചന്ദ്രൻ വീണ്ടും വിളിക്കുമ്പോൾ അലീന കാര്യം പറയുന്നു. അത് കേട്ട ബാലചന്ദ്രൻ കട്ടക്കലിപ്പിലായി. മക്കളെ, ഒരു മണിക്കൂറിനുള്ളിൽ വേറെ ആളെ നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ പത്തി താഴ്ത്തി നേരെ മുറിയിലേക്ക് പോയി. അലീന ഹോസ്പിറ്റലിലേക്ക് എത്തി. ശിവശങ്കരനും രാജീവനും അവളെ വീണ്ടും ആട്ടിപ്പായിക്കാൻ നോക്കിയിരുന്നു. ഇവൻ്റെ പേഴ്ച സന്തതിയുടെ രക്തമേതായാലും ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ശിവശങ്കരൻ തറപ്പിച്ചു പറയുമ്പോൾ ബാലചന്ദ്രൻ പൊട്ടിത്തെറിച്ചു. ഒന്നുകിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആളെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അവൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നൊക്കെ കട്ടായം പറയാണ് ബാലചന്ദ്രൻ. അതോടുകൂടെ തന്നെ അവർ പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. നേഴ്സ് വന്ന് ബ്ലഡ് ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അലീന അകത്തേക്ക് പോയി. വൈകാതെ മനുവും അങ്ങോട്ടേക്ക് വന്നിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞ മനു ബാലചന്ദ്രനോട് കയർക്കുന്നു. അലീന ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്നും സ്വന്തം അമ്മ കമലമ്മയെ കൈയൊഴിഞ്ഞ കാര്യം അച്ഛൻ മറന്നോ എന്നും അവൻ ചോദിച്ചു. ബാലചന്ദ്രൻ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും ചതികളെക്കുറിച്ചും സൂചിപ്പിക്കുമ്പോൾ ശിവശങ്കരൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ബ്ലഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് ആകെ തളർന്നു വന്ന അലീന അല്പനേരം ഇരിക്കാൻ നോക്കുമ്പോഴേക്കും തല കറങ്ങി വീഴുന്നു. മനു അവളെ താങ്ങിപ്പിടിച്ച് ഡോക്ടറെ വിളിച്ച് ഗ്ലൂക്കോസൊക്കെ നൽകി. ഈ സമയത്തന്നെ ശിവശങ്കരനും രാജീവനും ചേർന്ന് അവിടെ ഇരുന്നിങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അലീന കണ്ണു തുറന്നു നോക്കുമ്പോൾ മനു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അവളെ ആശ്വസിപ്പിക്കുന്നു. നീ എൻ്റെ മുറപ്പെണ്ണാണ് അലീന, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മനു മനസ്സിൽ ഉറപ്പിച്ചു. വൈജയന്തിയുടെ സർജറി വിജയകരമായി തന്നെ കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി. അപ്പോഴേക്കും രാജീവൻ അലീനയെ കളിയാക്കാൻ നോക്കി. എന്നാൽ മനു ഇതിന് ശക്തമായി തന്നെ എതിർത്തു. അലീന കാരണമാണ് ഇപ്പോൾ വൈജയന്തി ജീവനോടെ ഇരിക്കുന്നത് എന്നവൻ തുറന്നടിച്ചു. ഒടുവിൽ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബാലചന്ദ്രൻ അലീനയെ മനുവിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വൈജയന്തി അപകടമൊക്കെ തരണം ചെയ്തു വരികയാണ്. വൈജയന്തി ഐസിയുയിൽ നിന്നും റൂമിലേക്ക് മാറ്റിയെങ്കിലും ശിവശങ്കരൻ്റെയും രാജീവിൻ്റെയും മനസ്സിൽ പക ഒട്ടും തന്നെ കുറഞ്ഞിരുന്നില്ല. തങ്ങൾക്കില്ലാത്ത സ്നേഹവും കരുതലും മനു അലീനയോട് കാണിക്കുന്നത് ശിവശങ്കരനെ വല്ലാതെ ചൊടിപ്പിച്ചു. ആശുപത്രിയിൽ വെച്ച് ബാലചന്ദ്രൻ സൂചിപ്പിച്ച ആ പഴയ 23 വർഷം മുൻപുള്ള രഹസ്യം ശിവശങ്കറിനെ അസ്വസ്ഥമാക്കിയിരുന്നു. അയാൾ നേരെ വീട്ടിലേക്കെത്തി കമലയെ ആഞ്ഞടിച്ചു. എടി, നിന്റെ രക്തമല്ലേ എൻ്റെ പെങ്ങൾക്ക് വേണ്ടതായിരുന്നു.
എന്നിട്ട് നീ ഓരോ കള്ളങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഒടുവിൽ ആ അലീനയുടെ രക്തം തന്നെ അവൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇത് കേട്ട് കമലമ്മ ആകെ സ്തംഭിച്ചു പോയി. തൻ്റെ സ്ഥാനത്തേക്ക് അലീനെ കയറിക്കൂടുമോ എന്ന ഭയം അവളെ പിടികൂടിയിരുന്നു. അതേസമയം വീട്ടിലേക്ക് തിരികെ എത്തിയ അലീനയെ കൃഷ്ണമോള് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചേച്ചി ചേച്ചി എന്തിനാ ഇത്ര റിസ്ക് എടുത്തത്? അമ്മക്ക് ചേച്ചിയെ കണ്ടുകൂടല്ലോ. അന്നേരം അലീന പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, മോളെ അവർക്ക് എന്നെ ഇഷ്ടമില്ലായിരിക്കാം, പക്ഷേ എനിക്കവരെ വെറുക്കാനൊന്നും കഴിയില്ല. അത് എൻ്റെ അമ്മയല്ലേ. ഈ സംഭാഷണം പുറത്തു നിന്ന് കേട്ടുനിന്ന മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അലീനയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. അലീന, നീ ഈ വീടിൻ്റെ വിളക്കാണ്. നിന്നെ ആരും മനസ്സിലാക്കിയില്ല എങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മനുവിൻ്റെ ഈ വാഗ്ദാനം പുതിയൊരു യുദ്ധത്തിന് തന്നെ തുടക്കമായിരുന്നു. വൈജയന്തിക്ക് ബോധം തെളിഞ്ഞപ്പോൾ തന്നെ അവൾ ആദ്യം ചോദിച്ചത് ആരാണ് എനിക്ക് രക്തം തന്നത് എന്നായിരുന്നു. രാജീവൻ സത്യം മറച്ചുവെക്കാൻ നോക്കിയെങ്കിലും നഴ്സ് അറിയാതെ തന്നെ സത്യം പറഞ്ഞുപോയി. നിങ്ങളുടെ മകൾ അലീന തന്നെയാണ് ആപത്ഘട്ടത്തിൽ ഓടിയെത്തിയതെന്ന്. ഇത് കേട്ട വൈജയന്തിയുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടായിരുന്നു. വർഷങ്ങളായി താൻ വേട്ടയാടിയ പെൺകുട്ടി തൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ രോഹിത്തും ബബിതയും അവളെ വീണ്ടും അലീനയ്ക്കെതിരെ തന്നെ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വൈജയന്തി ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ ദിവസം ബാലചന്ദ്രൻ അവിടെ എത്തി. അയാൾ ശിവശങ്കരനോട് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആ സത്യം വിളിച്ചു പറയാൻ തീരുമാനിച്ചു. ഇനി ഈ നാടകം ഏതായാലും വേണ്ട ശിവശങ്കര. അലീന വെറും ഒരു വേലക്കാരിയല്ല, എൻ്റെയും വൈജയന്തിയുടെയും മകൾ തന്നെയാണ്. 23 വർഷം മുൻപ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. വീടിനുള്ളിൽ ഒരു വലിയ നിശബ്ദത പടർന്നു. വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി. അവർ അലീനയെ നോക്കി വിറക്കുന്ന കൈകൾ നീട്ടി. പക്ഷേ പെട്ടെന്ന് തന്നെ കമലമ്മ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഇതൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് കമല ഒരു കടുംകൈക്ക് മുതിരുന്നത്. അലീന ആ കുടുംബത്തിൻ്റെ ഭാഗമാകുകയോ അതോ കമലമ്മയുടെയും രാജീവൻ്റെയും കുതന്ത്രങ്ങൾ വീണ്ടും വീണുപോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു കാര്യത്തോടു കൂടെ തന്നെ അലീന ആ കുടുംബത്തിൻ്റെ ഭാഗമാവുകയാണോ അതോ ഇനി കമലമ്മയുടെയും രാജീവൻ്റെയും കുതന്ത്രങ്ങൾ വീണ്ടും വീണു പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയ വൈജയന്തിയെ കാണാൻ ബാലചന്ദ്രൻ അലീനയുമായി എത്തുന്നു. ഇത് കണ്ട രാജീവൻ വീണ്ടും തട്ടിക്കയറി, നീ എന്തിനാടാ ഈ പിഴച്ചളയും കൊണ്ട് വീണ്ടും എൻ്റെ വീട്ടുമുറത്തേക്ക് വന്നത് എന്ന് ചോദിച്ച് രാജീവനോട് ബാലചന്ദ്രൻ ആദ്യമായി പൊട്ടിത്തെറിച്ചു. ഇനി ഈ നാടകം വേണ്ട രാജീവേ. 23 വർഷം മുൻപ് നിങ്ങൾ മാറ്റിയെഴുതിയ ആ സത്യം എനിക്കറിയാം. അലീന വൈജയന്തിയുടെ സ്വന്തം മകൾ തന്നെയാണെന്ന്. ഈ വാക്കുകൾ ഒരു ഇടിത്തീ പോലെയാണ് ആ വീട്ടിൽ മുഴങ്ങിയത്. ശിവശങ്കരനും രാജീവനും ആകെ പകച്ചുപോയി. തൻ്റെ ജീവൻ രക്ഷിക്കാൻ രക്തം നൽകിയത് താൻ ഇത്രയും കാലം വെറുക്കുന്ന അലീനയാണെന്നറിഞ്ഞ വൈജയന്തിയുടെ ഉള്ളിൽ മാതൃത്വം ഉണരുകയാണ്. ബബിതയും രോഹിത്തും അലീനെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ വൈജയന്തി അവരെ തടയുന്നു. അവൾ എൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തമാണ്, അവളെ ആരും തൊട്ടുപോകരുത് എന്ന് വൈജയന്തി വിളിച്ചു പറയുമ്പോൾ കമലയുടെ തന്ത്രങ്ങളെല്ലാം അതോടുകൂടെ പാളിപ്പോകുന്നു. മനു ഈ അവസരം ഉപയോഗിച്ച് അലീനെ തൻ്റെ ജീവിത പങ്കാളിയാക്കാനുള്ള തീരുമാനം അറിയിച്ചു. അച്ഛ, അമ്മേ, അലീന ഈ വീടിൻ്റെ മരുമകളായി ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്ക് വരും. അത് തടയാൻ ഇനി ആർക്കും കഴിയില്ല. മനുവിൻ്റെ ഈ ഉറച്ച തീരുമാനം ശിവശങ്കരനെയും കമലമ്മയും തളർത്തിക്കളഞ്ഞു. അലീനയെ നശിപ്പിക്കാൻ വേണ്ടി കമല പുതിയൊരു ചതി ഒരുക്കിയെങ്കിലും വൈജയന്തി ഇപ്പോൾ അലീനയ്ക്കൊരു കവചമായി മാറുകയാണ്. ബാലചന്ദ്രൻ സൂക്ഷിച്ചിരുന്ന ആ പഴയ കത്ത് വൈജയന്തിയുടെ കൈകളിലേക്ക് എത്തുന്നു. താൻ ഇത്രയും കാലം അറിഞ്ഞതല്ല സത്യമെന്നും തൻ്റെ സഹോദരൻ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നും അവൾ തിരിച്ചറിഞ്ഞു. ഇനി വൈജയന്തിയും അലീനയും ഒന്നിക്കുന്നതും അലീനയെ ആ വീട്ടിലെ അധികാരമുള്ള മകളായി വാഴിക്കുന്നതുമാണ് വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമ്മൾക്ക് കാത്തിരുന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരാം. ബൈ.